വാണിയമ്പലത്തെ കുട്ടികൾക്ക് വെള്ളത്തിൽ നിന്നും കുറച്ച് സുഹൃത്തുക്കളുണ്ട്. വാള, പിലോപ്പി, ടൈഗർ ഫിഷ് ഇങ്ങനെ പോകുന്നു കൂട്ടുകാരുടെ പേര്. സ്കൂളിനടുത്തുള്ള വെള്ളക്കെട്ടിൽ നിന്നും കൊതുകിന്റെ ശല്യം കൂടിയതോടുകൂടിയാണ് അധ്യാപകരും കുട്ടികളും മത്സ്യകൃഷി ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ വാണിയമ്പലം ഗവൺമെന്റ് LP സ്കൂൾ മുന്നോട്ട് വയ്ക്കുന്ന പഠനാനുബന്ധ പ്രവർത്തനങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇത്. നമുക്ക് സ്വാഗതം ചെയ്യാം മലപ്പുറം ജില്ലയിൽ നിന്നും എത്തിയ CKA ഗവൺമെന്റ് LP സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. CKA ഗവൺമെന്റ് LP സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. 2001 വരെ സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലായിരുന്നു. വാണിയമ്പലത്തെ വ്യവസായ പ്രമുഖനായ ശ്രീ CK മുബാറക് സ്കൂളിന് 35 സെന്റ് സ്ഥലവും അവിടെ 10 ക്ലാസ് മുറികളുള്ള കെട്ടിടവും പണിത് സർക്കാരിന് സംഭാവന നൽകി. തുടർന്ന് ഗവൺമെന്റ് GLP സ്കൂൾ CKA GLP സ്കൂൾ വാണിയമ്പലം എന്ന് പുനർനാമകരണം ചെയ്തു. സർ, നിങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ 3 മേഖലകളാണ് പ്രധാനമായി ഊന്നൽ നൽകുന്നത്. ഒന്ന് അക്കാദമിക പ്രവർത്തനമാണ്, അതേപോലെ തന്നെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. മറ്റ് ഞങ്ങൾക്ക് പറയുവാനുള്ള അടുത്ത മേഖല എന്ന് പറയുന്നത് ശുചിത്വവും പോഷകാഹാരവുമാണ്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. പക്ഷേ ഒരു 35 സെന്റിലെ ഒരു സ്കൂൾ നടത്താൻ പറ്റുമോ? 35 സെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെയുള്ള അനുകൂലമായ ഒരു ഘടകം, തൊട്ട് കോമ്പൗണ്ടിൽ തന്നെയാണ് ഹൈസ്കൂള് പ്രവർത്തിക്കുന്നത്. ഹൈസ്കൂളിന്റെ UP വിഭാഗവും ഗുണമാണോ ശല്യമാണോ? അത് തന്നെ ഗുണമായാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഗുണം സ്ഥലം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. കളിസ്ഥലം ഉപയോഗിക്കാം, ഗ്രൗണ്ട് ഉപയോഗിക്കാം. ഷഹനാദ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിലൊക്കെ പോയി കളിക്കുവോ? ചേട്ടന്മാരെ സമ്മതിക്കോ അതോ ഓടിക്കോ? ഓല് കളിക്കാത്ത നേരത്തെ സമ്മതിക്കും. ഓല് കളിക്കാത്ത സമയത്താണെങ്കിൽ നമുക്ക് കളിക്കാം. എന്തൊക്കെയാ അവിടെ പോയി കളിക്കുക? ഫുട്ബോളും ക്രിക്കറ്റൊക്കെ. ഫുട്ബോളൊക്കെ കളിക്കുവോ? ആണോ? നിങ്ങൾക്ക് ബോളൊക്കെ എവിടെ നിന്ന് തരും? നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തരുമോ അതോ അവരുടെ പന്തെടുക്കണോ? സ്കൂളിൽ നിന്ന് തരും. ക്രിക്കറ്റിനോ? ക്രിക്കറ്റിന് പിച്ചൊക്കെ ഉണ്ടോ? മാറ്റൊക്കെ ഇട്ട പിച്ചുണ്ടോ അതോ മണ്ണിലാണോ? മണ്ണിലാണ് കളിക്കുന്നത് അല്ലേ? എല്ലാവരും കളിക്കുമോ നിങ്ങളുടെ സ്കൂളിൽ അതോ കുറച്ച് കുട്ടികളെ കളിക്കുള്ളൂ? ചിലവര് കളിക്കും, ചിലവര് കളിക്കൂല. ശരി. ഓടാനും ചാടാനും ഒക്കെ സ്ഥലമുണ്ടോ സ്കൂളിൽ? ആണോ? ഞങ്ങൾ UP-ക്കാര് ഗ്രൗണ്ടിൽ കളിക്കും. UP-ക്കാര് ഗ്രൗണ്ടിൽ പോയി കളിക്കും. നിങ്ങൾ LP-ക്കാരോ? അവിടെയൊക്കെ ഗ്രൗണ്ടില്ല, സ്കൂളിന്റെ മുറ്റത്തൊക്കെ തന്നെ ഓടും അല്ലേ? പെൺകുട്ടികൾക്ക് ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ടോ? ഉണ്ട്. ഓടിക്കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. ആണോ? പിന്നെ എന്തെല്ലാം കളിക്കും പെൺകുട്ടികള്? ഒളിച്ചളി കളിക്കും, സാറ്റളി കളിക്കും, തൊട്ടളി, കക്കളിയൊക്കെ കളിക്കും. നിങ്ങൾ വേറെ ആരെങ്കിലും സൈക്കിൾ ചവിട്ടുമോ പെൺകുട്ടികള്? ഇവിടെ വന്നൊരു സ്കൂളിലെ എല്ലാ കുട്ടികളും സൈക്കിൾ ചവിട്ടുന്നത്. പെൺകുട്ടികൾക്ക് സൈക്കിൾ ചവിട്ടാൻ മോഹമുണ്ടോ? മോഹമുണ്ട്. അപ്പോൾ പറയണം കേട്ടോ, പഠിപ്പിക്കാൻ പറയണം. സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിപ്പിക്കണം. പിന്നെ മത്സ്യകൃഷി നടത്തുന്നുണ്ട് എന്ന് പറയുന്നു അവിടെ അല്ലേ? ഈ മത്സ്യകൃഷി നടത്തുന്നതിൽ റിഷാവും കൂടുമോ? ആണോ? അത് എങ്ങനെയാണ്? നമുക്ക് തിന്നാനുള്ള മീനെങ്കിലും കിട്ടുമോ അവിടുന്ന്? ഇല്ല. പിന്നെന്തിനാ വളർത്തണേ? ഇപ്പൊ ഞങ്ങൾ സ്കൂൾ തുറന്നപ്പോ നടത്തലെടുത്തതാ. എന്തിനാ അവിടെ പിന്നെ തിന്നുന്ന മീനാണോ അവിടെ വളർത്തുന്നേ? നമുക്കതിനെ മീൻ പിടിച്ച് തിന്നാൻ കറി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്താ അതുകൊണ്ട് ഗുണം? കൊതുകുകൾ കുറയും. ആണോ? കൊതുകുകളെ മീനൊക്കെ കൊതുകിനെ തിന്നുവോ? എല്ലാ മീനും കൊതുകിനെ തിന്നുവോ അതോ മീൻ എങ്ങനെയാ കൊതുകിനെ തിന്നുക? കൊതുക് പറന്ന് നടക്കുകയല്ലേ? കൊതുക് മുട്ടയിടുന്ന വെള്ളത്തിലാണല്ലേ? അത് ശരി. മീനപ്പം മുട്ട അങ്ങ് തിന്നും ഇല്ലേ? എല്ലാ മീനും കൊതുകിന്റെ മുട്ട തിന്നും അതോ ചില മീൻ മാത്രമേ തിന്നുള്ളൂ? ഏതൊക്കെയാണെന്നറിയോ? അത് ചോദിക്കണം കേട്ടോ, മാഷന്മാരോട് ചോദിക്കണം. ഈ ശുചിത്വ ബോധം കൂടിയിട്ടാണോ നിങ്ങൾ ഈ മീൻ കൃഷി തുടങ്ങിയത്? ഞാൻ ആദ്യം മീൻ കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും പോഷകാഹാരം കൂടാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും മീൻ ഫ്രൈ തരുമെന്ന് വിചാരിച്ച്. അതൊരു നല്ല കാര്യമല്ലേ? വലുതായിട്ടില്ല. വലുതായാൽ തരുമോ? ബുധനാഴ്ച മുട്ട, വ്യാഴാഴ്ച ഫിഷ് ഫ്രൈ അങ്ങനെ തരുമോ? അപ്പോൾ പോഷകാഹാരം കുറച്ചുകൂടെ കൂടത്തില്ലേ? അപ്പം ഈ തിന്നാൻ പറ്റുന്ന മീനിനെ ഇട്ടിട്ടുണ്ടോ അതിൽ? ഏത് മീനാണ് നിങ്ങൾ ഇട്ടത്? തിന്നാൻ ഫ്രൈ ചെയ്യാൻ പറ്റുന്ന മീൻ ഏതുണ്ട്? വാള. അങ്ങനൊരു മീൻ എൻ്റെ പ്രദേശത്തില്ല. തിലോപ്പിയ എന്നങ്ങാണ്ട് പറഞ്ഞില്ലേ? സിലോപ്പിയ. ഞങ്ങളുടെ നാട്ടിൽ തിലോപ്പിയ എന്നാണ് അതിന് പറയുന്നത്. അത് തിന്നാൻ പറ്റുന്നതെന്ന് എനിക്കറിയാം. അത് വലുതായോ? വലുതായില്ല, ചെറുതാണല്ലേ?
ആ പിന്നെ വേറെ എന്തെല്ലാം ചെയ്തു നിങ്ങളുടെ പരിസരത്തിൻ്റെയും സ്കൂളിൻ്റെയും ശുചിത്വം കൂട്ടാൻ വേണ്ടി? അടുത്തുള്ള ഒരു ഓടയുണ്ട്, അത് വൃത്തിയാക്കി. അടുത്തുള്ള അത് ഒരു ദിവസം ചെയ്ത പണി, അല്ലാതെ സ്ഥിരമായിട്ട് നിങ്ങളുടെ സ്കൂളെല്ലാം വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു? കുഴി വല്ലതും വെച്ചിട്ടുണ്ടോ? ചപ്പ് ചവറെല്ലാം കൊണ്ടിടാനായിട്ട് കുഴി വല്ലതും കുഴിച്ചിട്ടുണ്ടോ? അത് ഞങ്ങൾ കഞ്ഞിപ്പുരൻ്റെ അടുത്തുണ്ട്. കഞ്ഞിപ്പുരയുടെ അടുത്ത് അവിടെയാണോ എല്ലാവരും കൊണ്ടിടുന്നത്? അപ്പോൾ ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പാത്രത്തിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ എവിടെയാ കൊണ്ടിടുന്നത് എല്ലാവരും? അത് ഞങ്ങൾ കഞ്ഞിപ്പുരൻ്റെ അടുത്ത് ഒരു ചെറിയ പാത്രം ഉണ്ടാവും, പാത്രത്തിലാണ് കൊണ്ടിടുന്നത് അല്ലേ? ആ പിന്നെ വേറെന്ത് ചെയ്തു? പിന്നെ നിങ്ങൾ കൈ കഴുകുന്നിടത്ത് എല്ലാവരും ചോറെല്ലാം ഇട്ട് വൃത്തിയിടാറുണ്ടോ? ഇല്ല. പാത്രത്തിലെ വേസ്റ്റ് ക്ലീൻ ആക്കിയിട്ടാണോ പാത്രം വന്ന് കഴുകുന്നത്? പാത്രം നിങ്ങൾ കഴുകാറുണ്ടോ? അപ്പം ഞാൻ നാളെ ട്രെയിൻ കയറി നിങ്ങളുടെ അടുത്ത് വന്ന് നോക്കി, തിങ്കളാഴ്ച നിങ്ങളുടെ കൈ കഴുകുന്നിടത്ത് വന്ന് നിങ്ങളുടെ ടാപ്പിൻ്റെ അവിടെ നിന്ന് ചോറും, നിങ്ങൾക്ക് സാമ്പാർ കിട്ടില്ലേ? ചോറും സാമ്പാറും. ആ സാമ്പാറിന് മുരിങ്ങക്കോല കിടക്കുന്ന കാണുമോ നിങ്ങളുടെ ടാപ്പിൻ്റെ അവിടെ? ഇല്ല. ഉറപ്പാണോ? ഒറ്റ മുരിങ്ങക്കോല് കണ്ടിട്ടുണ്ട് എന്താ പിഴ? ഒറ്റ മുരിങ്ങക്കോല് ആ കൈ കഴുകുന്നിടത്ത് കണ്ട എന്താ പിഴ? എന്തോ അത്ര ഉറപ്പാണോ? അപ്പം മുരിങ്ങക്കോല് കണ്ടാൽ നിങ്ങൾ കാശ് തരും, കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നോട് കാശ് വാങ്ങിക്കുവോ? അത്ര ഉറപ്പാണോ കൈ കഴുകുന്നിടം ഭയങ്കര വൃത്തിയാണെന്ന്? എന്ത് സോപ്പാ അവിടെ വെച്ചിരിക്കുന്നത്? അത് ചന്ദ്രിക. ചന്ദ്രിക. ഈ നമ്മളെ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞില്ലേ, ആ രീതി വളരെ ഫലപ്രദമാകുന്നുണ്ടോ? നമ്മുടെ വിദ്യാലയത്തിലെ അനുഭവത്തിൽ അത് വളരെ ഫലപ്രദമാകുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ആ സമയത്ത് മറ്റൊരാൾ പഠിപ്പിക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നില്ല. കളികൾ ഉച്ച ഭക്ഷണ സമയത്താണ്, അതിന് ശേഷമുള്ള സമയത്താണ് ഈ പഠനം നടക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൽ അവരിയ്ക്കുന്നു, അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകളുമായി ഉള്ള ഒരു ആശയവിനിമയത്തിൻ്റെ ഭാഗമായി നടക്കുന്നു. പിന്നെ ഇവിടെ കാണിച്ചതുപോലെയുള്ള മുതിർന്ന കുട്ടികൾ എന്നുള്ളതുകൊണ്ട് ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതല്ല, അതത് ക്ലാസ്സിലെ മിടുക്കന്മാരായ കുട്ടികൾ എന്നാണ് ഉദ്ദേശിച്ചത്. ഫലപ്രദമാണത്. അത് നമുക്ക് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, മറ്റു കുട്ടികൾക്ക് അവർ താഴെയാണ്, പഠനത്തിൽ മോശമാണ് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാവുന്നില്ല. അതാണ് അതിലെ ഒരു കാതലായ ഒരു ഭാഗമായി തോന്നിയത്. PTA എന്തൊക്കെ ചെയ്തു? നിങ്ങൾ ഈ സ്കൂളിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? സർ, ഈ സ്ഥാപനം വാണിയമ്പലത്തുകാരുടെ ഒരു അഭിമാന സ്തംഭമാണ്. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഗൾഫിലടക്കം ഞങ്ങളെ ഒരു SSG പറഞ്ഞ ഒരു സംഘടന ഞങ്ങൾക്കുണ്ട്. സാമ്പത്തികമായിട്ടും മറ്റ് എല്ലാ മേഖലയിലും ഞങ്ങളെ പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു തരാനും ഇവിടുത്തെ ആ കമ്മിറ്റി നിങ്ങൾക്ക് പിന്നെ കാശ് തരുന്നുണ്ടോ? അതെ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാചകപ്പുര അവര് നിർമ്മിച്ചു തന്നതാണ്. അത് പാചകപ്പുരയുടെ ഒരു അഭാവം ഞങ്ങൾ സ്കൂളിനെ വല്ലാതെ അലട്ടിയിരുന്നു. അതുകൊണ്ട് അവരുമായി നമ്മൾ ബന്ധപ്പെടുകയും PTA-യുടെയും SSG-യുടെയും സഹായത്താലാണ് ഇന്ന് ആ പാചകപ്പുര വളരെ ഉന്നതിയിലുള്ള ഒരു വളരെ സൗകര്യത്തോടു കൂടിയുള്ള ഒരു പാചകപ്പുര ഞങ്ങൾക്ക്. അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഗൾഫ് നാടുകളിൽ ഇപ്പോഴുള്ള ഒരു പ്രത്യേക ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ, അതാത് പ്രദേശത്തിലെ ആളുകൾ സംഘടിച്ചിട്ട് ആ പ്രദേശത്തിന് ഉപകാരം ചെയ്യുന്ന ഒരു സമീപനമുണ്ട്. നേരത്തെ അത് പ്രാദേശികവാദാവോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷേ വളരെ ഫലപ്രദം എന്നാണ് കാണുന്നത്. ഏതായാലും ഇത് മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾക്കും ഒരു മാതൃകയാവട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇനി കുട്ടികളോടാണ്, ഈ അറബി പഠിക്കുന്ന കുട്ടികളാരുള്ളത്, നല്ല ഒരു അറബി ഗാനം എല്ലാവരും അങ്ങ് കിടുകിടുത്ത് പോകണം, നല്ല ജോറായിട്ട്. ഹിർരി ഹിർരി മിസ്ലന്നമരി യംശി ഹൗലി ഹാനില്ലമരി ഫഉദാഇബുഹു ഫൗകൽ ഹിർരി 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 മിസ്ലന്നമരി. ഗുഡ്. CKGLPS ഒരു സർക്കാർ സ്കൂളിന് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറം സൗകര്യങ്ങളൊക്കെ നിങ്ങൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നെ ആദ്യം മുതൽ അലട്ടിയിരുന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് വേണ്ടത്ര കളിസ്ഥലമില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളാണ് ഓടിക്കളിക്കേണ്ടത്, ഈ പ്രായത്തിലാണ് അവരുടെ കായികശേഷി മെച്ചപ്പെടേണ്ടത്. പക്ഷേ നേരത്തെ ഹെഡ് മാഷ് പറഞ്ഞതുപോലെ ഹൈസ്കൂളിൻ്റെ സ്ഥലം ഉപയോഗപ്പെടുത്തി കുട്ടികൾക്ക് കായിക പരിശീലനം കൊടുക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അത് എല്ലാ കുട്ടികൾക്കും എല്ലാ സമയത്തും ലഭ്യമാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെയുള്ള ഒരു സൗകര്യം എന്ന് പറയുന്നത് UP സെഷൻ ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ രാവിലെ 8:30 ക്ലാസ് ആരംഭിക്കും. അതുകൊണ്ട് തന്നെ ഇൻ്റർവെൽ ടൈം 2 സ്കൂളിനും 2 സമയത്താണ്. അപ്പോൾ ആ ഉച്ചയ്ക്കും അതേപോലെ തന്നെയാണ്.
12:30 സ്കൂൾ വിടുകയും 12:45 UP സ്കൂളിൻ്റെ അടുത്ത ഷിഫ്റ്റ് ആരംഭിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്ക് 1:30 മുതൽ 2:30 വരെയുള്ള സമയത്ത് ഓടിക്കളിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവും നിലവിലില്ല. നിങ്ങളുടെ സ്കൂളിൽ വെള്ളം എങ്ങനെയാണ്? കിട്ടുമോ കുടിക്കാൻ? കിട്ടും. വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ അതോ സ്കൂളിലുണ്ടോ? സ്കൂളുണ്ട്. എങ്ങനെയാണ്? വാട്ടർ പ്യൂരിഫയർ ഉണ്ടോ അതോ? ഞങ്ങളെ കഞ്ഞിപ്പുരയിൽ ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളവും കരിങ്ങാലി വെള്ളം ഉണ്ടാവും. ആണോ? കഞ്ഞിവെള്ളവും കരിങ്ങാലി വെള്ളം. ഷഹനാദ് ഏത് വെള്ളമാണ് കുടിക്കുന്നത്? ഞാൻ കരിങ്ങാലി വെള്ളം. കരിങ്ങാലി വെള്ളം. അതെന്താ കഞ്ഞിവെള്ളം കുടിക്കാത്തത്? കഞ്ഞിവെള്ളം എന്താ കുടിക്കാത്തത്? കഞ്ഞിവെള്ളം എല്ലാ സമയത്തും ഉണ്ടാവോ? ഉച്ച കഴിഞ്ഞാലും ഉണ്ടാവോ? ഉച്ച മുതലുണ്ടാവും. പിന്നെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ അടുത്തുള്ള സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയുള്ള സ്കൂളാണ്. ടൈലിട്ട വരാന്ത അല്ലേ? നല്ല ഭംഗിയുണ്ട്. വേറെ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങളുടെ ക്ലാസ്സിലുള്ളത്? ഞങ്ങൾക്ക് ക്ലാസ് ലൈബ്രറി ഉണ്ട്. ലൈബ്രറി എവിടെയാണ്? എങ്ങനെയാണ് വെച്ചിരിക്കുന്ന പുസ്തകം? ക്ലാസ്സിൽ ലൈബ്രറിൻ്റെ പ്രത്യേക അലമാര ഉണ്ടോ അതിന്? അലമാര പ്രത്യേകം ഉണ്ടോ? പിന്നെ കുട്ടികൾക്ക് ഇരിക്കാനായി ബെഞ്ചും ഡെസ്കും. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഒന്നുമില്ല. എന്നാലും നല്ല സ്കൂളാണല്ലേ? നല്ല സ്കൂളാണല്ലേ? ആതിരയ്ക്ക് കളിക്കണം തോന്നുമ്പോൾ എന്താ ചെയ്യുന്നത്? UP സ്കൂളിലെ ഗ്രൗണ്ടിൽ പോവോ? അവർ കളിക്കുന്ന സമയമാണെങ്കിൽ ഓടിച്ചിടുവോ? ഇല്ല. അവർ കളിക്കാത്ത സമയത്താണോ നിങ്ങളുടെ PT പീരീഡ് വരുന്നത്? അതെ. ആണ്. എന്തൊക്കെ കളികൾ കളിക്കും? ഒളിച്ചളി കളിക്കും, സാറ്റളി കളിക്കും, തൊട്ടളി കളിക്കും, പിന്നെ കക്കളിയും കളിക്കും. ശരി. വേറെ കളികളൊന്നും പഠിപ്പിച്ചു തന്നില്ലേ? നിങ്ങൾക്ക് സ്കൂളിൽ PT മാഷില്ലേ? വാമൊഴിയുടെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിലുള്ള കുട്ടികളാണല്ലോ അവിടെ വരുന്നത്. ഇത് ഭാഷാ പഠനത്തിൽ എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അതിനെ പരിഹരിക്കാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അതെ, മാഡം പറഞ്ഞ പോലെ ഉച്ചാരണത്തിനൊക്കെ വ്യത്യാസം ഉള്ളതാണ്. ആ പ്രദേശത്തെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് ചില അക്ഷരങ്ങൾക്കൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചരണസ്ഫുടതയൊന്നും വരില്ല. പക്ഷേ ഇപ്പം നമ്മളൊരു പാഠം എടുക്കുമ്പോൾ അതിനത്ര പ്രസക്തി അപ്പം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മളത് അവരറിയാതെ തന്നെ തിരുത്തി കൊടുക്കുന്നു. ഉദാഹരണത്തിന് ഴ എന്നുള്ള അക്ഷരമൊക്കെ ഉച്ചരിക്കുന്നതിന് യാ എന്നാണ് അധികം പറയുക. അപ്പം വാഴയും വായയൊക്കെ വരുന്ന സമയത്ത് അത് താരതമ്യം ചെയ്ത് അങ്ങനെ ഒരു താരതമ്യത്തിൽ കൂടെ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. ക്രമേണ അത് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായി വർത്തമാനം പറയുമ്പോൾ അവരത് തന്നെയാണ് ഉപയോഗിക്കുന്നതും. ഷൈനാദേ, ഓട്ടത്തിൽ ഒന്നാമനല്ലേ? ചാട്ടത്തിലോ? ചാട്ടത്തിൽ അങ്ങനല്ല, ഒന്നാമൻ തന്നെ. ചാടാറില്ല? ചാട്ടത്തിൽ അത്ര കഴിയൂല. പിന്നെ ഒരു ഉണ്ട എടുത്ത് എറിയലുണ്ടല്ലോ, ഒരു ഇരുമ്പുണ്ട എടുത്ത് നമ്മൾ എറിയുന്ന പറഞ്ഞുണ്ടല്ലോ മത്സരം. ഷോർട്ട് പുട്ട്. മോനത് ചെയ്യാറുണ്ടോ? ഇല്ല. ഓട്ടം മാത്രമേ ഉള്ളൂ. രണ്ടാമനാവുന്ന ആരാണ് ഓട്ടത്തില്? മോൻ ഒന്നാമനല്ലേ? രണ്ടാമനാവാറില്ലേ? രണ്ടാമനാവുന്ന കുട്ടി അറിയോ? അവന് ഒന്നാമനാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ടോ? മറ്റുള്ള കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നില്ലേ? പിന്നെ മത്സരത്തിനൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, മോനാണ് ഒന്നാമൻ, വേറെ ആൾക്കാരാണ് വേറെ സ്കൂളിലെ. രണ്ടാമനെയും കൂടി ഇഷ്ടപ്പെടണം കേട്ടോ. അവനെ ഒന്നാമനാക്കാനും മോൻ അതിലേറെ വേഗത്തിൽ ഓടാനും പഠിക്കണം. പിന്നെ ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ഒരാളുടെ പേര് പറയാമോ മോൻ ഇഷ്ടമുള്ളത്? ഉറക്കനെ പറഞ്ഞോളൂ. ജലീൽ. അവനാണ് എപ്പോഴും ഓട്ടത്തിൽ ഒന്നാമൻ. മോൻ അവൻ്റെ കൂടെ എത്താനും ശ്രമിക്കണം കേട്ടോ. അങ്ങനെ ഓടാനും പിന്നെ അത്യാവശ്യം വേണമെങ്കിൽ ചാടാനും പഠിച്ചോളൂ കേട്ടോ. ഓട്ടത്തിന് വേഗത കൂടണമെങ്കിൽ ചാടാനും പഠിച്ചോളൂ. നന്ദി. ഇനി CKA ഗവൺമെന്റ് LP സ്കൂളിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. CKA ഗവൺമെന്റ് LP സ്കൂളിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 86.8 ഔട്ട് ഓഫ് 100.